റോഷാക്കിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു ഡിഫറെന്റ് മേക്കിംഗ് സ്റ്റൈൽ എപ്പോ വേണമെങ്കിലും നമുക്ക് മനസ്സിലാകാതിരിക്കാൻ പറ്റുന്നൊരു പടം. നമ്മള് ലൈക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പടം കണ്ടില്ലെങ്കിൽ എപ്പോ വേണമെങ്കിലും നമുക്ക് മനസ്സിലാകാതിരിക്കാൻ പറ്റുന്നൊരു പടമാണ്. ലൈക്ക് ട്വിസ്റ്റ് അങ്ങനെ മാറി തിരിഞ്ഞും വന്നോണ്ടേയിരിക്കും. ജിത്തു സാറിന്റെ ഒരു വൈസ് ക്യാപ്റ്റനാണ് അർഫാസ് ഖാൻ. ഗംഭീരമായിട്ട് അദ്ദേഹം ഈ സിനിമയിലുണ്ട്. അദ്ദേഹത്തിന്റെ ഡെബ്യൂട്ട് ഫിലിമാണ്. ഭയങ്കരമായിട്ട് ഓഡിയൻസ് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു മൂവ്മെന്റ് പോലും ബോറടിച്ചില്ല. അത്രയും എക്സൈറ്റിംഗും ത്രില്ലിംഗും ആയിരുന്നു സിനിമ. ഗംഭീര സിനിമ. എസ്പെഷ്യലി ക്രെഡിറ്റ്സ് ടു ദ ക്യാമറാമാൻ. ഭയങ്കര ഗംഭീര വിഷ്വൽസ് ആണ്. കാരണം ഭയങ്കര എന്താ പറയുക, ഭയങ്കര വലിയ ടെറൈനും വൈറ്റ് ഷോട്ട്സ് പറയുന്ന ഒരു സീനായിരുന്നു. അപ്പോൾ ഭയങ്കര ഭംഗിയായിട്ടാണ് അദ്ദേഹം ഷൂട്ട് ചെയ്തത്. ഡിഫറെന്റ് മേക്കിംഗ് ഫിലിമാണ്. അതായത് ഒരു ഫ്രഞ്ച് സ്പാനിഷ് പടം കണ്ടിട്ട് കിട്ടുന്നൊരു ഫീൽ ഈ പടം തന്നിട്ടുണ്ട്. ഇതുവരെയും നമ്മൾ ആസിഫിനെ കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് പടത്തിൽ ആസിഫിൻ്റെ ഒരു ക്യാരക്ടർ പോകുന്നത്. എന്താ പറയുക, ജിത്തു ജോസഫ് പ്രസൻസ് ആണ് പടം. അപ്പോൾ ജിത്തു ജോസഫ് സാറിൻ്റെ ഒരു വേ ഓഫ് സ്റ്റൈൽ പടത്തിൽ ഓൾറെഡി ഉണ്ടാവും. എന്താ പറയുക, തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ തിയേറ്റർ വാച്ചുകൾ തന്നെയാണ്. എസ്പെഷ്യലി ഷറഫുദ്ദീൻ്റെയും അമലാപോളിൻ്റെയും ഷറഫുദ്ദീനും അമലാപോളും ആസിഫിക്ക് മത്സരിച്ച് അഭിനയിക്കുന്ന ഒരു ഫീൽ തന്നിട്ടുണ്ട്. റോഷാക്കിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു ഡിഫറെന്റ് മേക്കിംഗ് സ്റ്റൈൽ പിടിച്ചേക്കുന്ന ഒരു വെറൈറ്റി മൂവിയാണ്. ഒരു വേറൊരു ട്രൈ ആണിത്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമുണ്ട്. ആക്ച്വലി ഒരു വി കാൺ കമ്പയർ ദ മൂവീസ്. നമുക്ക് എപ്പോഴും ഒരു പുതിയ പ്ലോട്ടാണ് ഈ ഫിലിം. ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇത് എങ്ങനെയാണ് നമ്മുടെ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഐ ഡോണ്ട് നോ, ഐ ഹാവ് സം ഗൂസ് ബംപ്സ്. ഞാനത് കണ്ടപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഹാറ്റ്സ് ഓഫ് ടു ദ ആക്ടേഴ്സ്. ആസിഫ്ക ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അമല മാം, ആസിഫ്കയും ഷറഫുദ്ദീനിക്കയും വളരെ കുറച്ച് ആക്ടേഴ്സേ ഉള്ളൂ. അവർ ഭയങ്കര എന്താ പറയുക, നമ്മളെ ബോറടിപ്പിക്കാതെ അത്രയും ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് അവർ പെർഫോം ചെയ്തത്.